എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യം തന്നെ ഈ ഈവന്റ് ഇത്രയും നന്നായി ഓർഗനൈസ് ചെയ്തതിന് വിനയൻ സാറിനും എല്ലാവർക്കും ഒരുപാട് നന്ദി. ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല, അതായത് ഇത്രയും ഗ്രാൻഡായി ഞാനിങ്ങനെ പ്രതീക്ഷയില്ല. താങ്ക് യു സോ മച്ച്. നമ്മുടെ പടത്തിനെ വേറൊരു ലെവലിലേക്ക് എലിവേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, ഇപ്പോ ദീപക് നിൽക്കുന്നുണ്ട്, കിച്ചു ചേട്ടൻ, പളങ്ക്, പിന്നാര, ജ്വൽ, ശ്രുതി, രാകേഷ് ചേട്ടൻ, ഹരിച്ചേട്ടൻ, ഇന്നിവിടെ ഗസ്റ്റായി വന്ന ബാദുക്ക. താങ്ക് യു സോ മച്ച് ബാദുക്ക, സമയം മാറ്റി വെച്ച് ഇവിടെ വന്നതിന്. എനിക്കിപ്പോ ഒരു നല്ല പ്രതീക്ഷ തോന്നുന്നു. തുടക്കം മുതലേ വളരെ പോസിറ്റീവായിട്ട് നീങ്ങിയ ഒരു പടമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാ കണക്കുകളും കൃത്യമാണ്, എല്ലാ ഭാഗത്തിൽ നിന്ന് നോക്കിയാലും കറക്റ്റ് ആണ്, എല്ലാം പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയൊരു പടമാണ്. ഇന്നിവിടെ വന്ന മീഡിയാസിന്, അതുപോലെ ഇവിടെ ഫുഡ് അറേഞ്ച് ചെയ്ത എല്ലാവർക്കും, പിന്നെ എല്ലാവർക്കും, ചേട്ടന്, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഒരുപാട് നന്ദി പറയുന്നു. ദൈവത്തിന് നന്ദി പറയുന്നു. ഈ പടം നന്നായി വരണം എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു. അതിന് നിങ്ങളുടെ സപ്പോർട്ട് വളരെ അനിവാര്യമാണ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ആങ്കർ. താങ്ക് യു ജയ തയ്യൽ മെഷീൻ. താങ്ക് യു. ഓക്കെ, നല്ലൊരു കൈയ്യടി കൊടുക്കുക. പറഞ്ഞുടനെ തന്നെ നമുക്ക് വേണ്ടി പാട്ട് പാടാൻ പോവുകയാണ്. താങ്ക് യു. ഈ പടത്തിലെ പാട്ട് തന്നെ പാടാം. കടത്തനാട്ടെ കളരിയിലടവുകൾ പഠിച്ചെടുത്തൊരു പെണ്ണാണ്, കരണ്ടടിക്കണ കണ്ണാണ്, കുറുക്കു തോന്നൽ പതിവാണ്, കുടുക്കു തുന്നണ പെണ്ണിൻ കയ്യിൽ പടയ്ക്ക് പോകണൊരിന മുൻപേ, തനിച്ചു തിരിയണ പവറാണ്, ഒതുക്കി മേക്കണ തിങ്ങളാണ്, താനേ തുണിക്കൊടുന്നേ, തുള്ളിപ്പായുന്നേ, പാഞ്ഞേ തല തല്ലിപ്പാഞ്ഞേ, കണ്ടോരും കേട്ടോരും തുണി തട്ടിപ്പാഞ്ഞേ, കടത്തനാട്ടെ കളരിയിൽ അടവുകൾ പഠിച്ചെടുത്തൊരു പെണ്ണാണ്. തൊണ്ടയ്ക്ക് ചെറിയ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ചോടെ എത്തിച്ചേർന്ന എല്ലാവരും ആദ്യം നല്ലൊരു കൈയോടുകൂടി എല്ലാവരും സ്വീകരിക്കും. ആദ്യമായിട്ട് എൻ്റെ ക്ഷണം സ്വീകരിച്ചെത്തിച്ചേർന്ന ബാദുക്ക, അറിയാം ഒരുപാട് തിരകൾക്കിടയിലും ബാദുക്ക നമ്മളുടെ ഈ പ്രോഗ്രാമിലേക്ക് വന്നതിൽ ബാദുക്ക പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ സുമേഷ് ചേട്ടൻ നമ്മുടെ ഏറ്റവും അടുത്ത നല്ല സുഹൃത്തും, സുമേഷ് ചേട്ടനും ഇന്ന് എന്ത് പ്രോഗ്രാം ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ അതെല്ലാം മാറ്റി വെച്ച് നമ്മളുടെ ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ട്. മുന്നോട്ടുള്ള ഓരോ സ്റ്റെപ്പും നമ്മുടെ ആങ്കർ അദ്ദേഹം പറയും, അതിനനുസരിച്ച് നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിലേക്ക് എൻ്റെ ക്ഷണം സ്വീകരിച്ചും അല്ലാതെയും വന്നിട്ടുള്ള എല്ലാവരെയും നന്ദി അറിയിച്ചുകൊണ്ട്, മീഡിയക്കാരോടും പ്രത്യേകിച്ച് നന്ദി. കുറേ മീഡിയക്കാരിന് എത്താനുണ്ട്, പക്ഷെ പ്രോഗ്രാം നമ്മൾ ലേറ്റ് ആക്കുന്നില്ല. അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ പ്രോഗ്രാമിലേക്ക് നമുക്ക് കടക്കും. എല്ലാവർക്കും നന്ദി. അതൊക്കെ ചേട്ടാ, എനിക്ക് ആദ്യമായിട്ട് നന്ദി പറയാനുള്ളത് ഡയറക്ടർ വിനയനും പ്രൊഡ്യൂസറെ ഗോപിക്കണം. കുറേ സ്ക്രിപ്റ്റ് കേട്ടിട്ടും എൻ്റെ സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കാൻ വേണ്ടി അത് ഓൺ പ്രൊഡക്ഷനിൽ ചെയ്യാനുള്ള ധൈര്യം കാണിച്ച നിങ്ങൾക്ക് എൻ്റെ ഒരായിരം നന്ദിയുണ്ട്. എനിക്ക് അങ്ങനെ അധികം സ്റ്റേജിൽ കയറി സംസാരിച്ചുള്ള ശീലമൊന്നുമില്ല. പിന്നെ ദൈവത്തിനും എൻ്റെ മാതാപിതാക്കൾക്കും നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഈ സിനിമയിൽ എൻ്റെ അടുത്ത് നിന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. ക്ഷണം സ്വീകരിച്ചു വന്ന മീഡിയാസ് ആണെങ്കിലും എൻ്റെ സുഹൃത്തുക്കളാണെങ്കിലും ഒരായിരം നന്ദി. താങ്ക് യു. ദീപക് എൻ്റെ സുഹൃത്തുണ്ട്, മ്യൂസിക് ഡയറക്ടർ ദീപക്. സോറി ഡയറക്ടർ. താങ്ക് യു. പടത്തിൻ്റെ വിജയം ആദ്യം തന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ബാധക ഒരുപാട് നന്ദി. തിരക്കാണെന്നറിയാം, എങ്കിലും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരുപാട് നന്ദി. പിന്നെ ഈ പടം ശരിക്കും പറഞ്ഞൊരു ഫാമിലിയുടെ പടമാണ്. അതായത് ഞങ്ങളൊരു 10-17 ദിവസം കൊണ്ട് ഒരു കൊച്ചു വീട്ടിൽ തന്നെ ഷൂട്ട് ചെയ്ത ഒരു പടമാണ്. അധികം ലൊക്കേഷൻ ഒന്നും വന്നിട്ടില്ല, ആകെ ഒരു സ്റ്റേഷനും ഒരു വീടുമാണ് ഇതിനകത്ത് മെയിൻ ലൊക്കേഷൻ. അപ്പോൾ ഈ വിനയനായാലും അവരുടെ ഫാമിലിക്ക് ആയാലും എപ്പോഴും നമ്മുടെ സെറ്റിലുണ്ടാവും. പ്രൊഡക്ഷൻ ആയാലും അവരുടെ ഫാമിലി തന്നെയാണ്.
അപ്പോൾ ഒരു ഫാമിലി മൂവിയാണ് ഞങ്ങളിത് ചെയ്തേക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ഔട്ടിങ് ഉണ്ടായിരുന്നു, കൊള്ളാം പടം, പ്രതീക്ഷിച്ചത് നന്നായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പടം കാണണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇതിൽ വർക്ക് ചെയ്ത എല്ലാ ടെക്നീഷ്യന്മാർക്കും ഒരുപാട് താങ്ക്സ്. പിന്നെ മീഡിയ, നിങ്ങളുടെ കയ്യിലാണ് കുറേ കാര്യങ്ങളൊക്കെ ഇരിക്കണമെന്ന് അറിയാം. നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യണം, എല്ലാ സപ്പോർട്ടും ചെയ്യണം. താങ്ക് യു. ഓഗസ്റ്റ് 1 നമ്മുടെ സിനിമ റിലീസ് ചെയ്യുന്ന തയ്യൽ മിഷൻ. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഈ സിനിമയിൽ നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഹരിച്ചേട്ടൻ, കിച്ചു, ഗായത്രി, അങ്ങനെ ഒരുപാട് ആൾക്കാർ, ജുവൽ, പളുങ്ക്, അതുപോലെ ഒരുപാട് പേര്. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ വന്ന അതിഥികൾ, ലക്ഷ്മി ചേച്ചി, അങ്ങനെ ഒരുപാട് പേര്, യൂട്യൂബ് ചാനൽസ്, എല്ലാവർക്കും എൻ്റെ നന്ദി. എല്ലാവരും സിനിമ സപ്പോർട്ട് ചെയ്യാം, കാണുക. എല്ലാവർക്കും നമസ്കാരം. 2010 ഐഡിയ സ്റ്റാർ സിംഗർ എന്ന പ്രോഗ്രാമിലൂടെയാണ് ഞാൻ മീഡിയ രംഗത്തിലേക്ക് വരുന്നത്. അപ്പോൾ അന്ന് എൻ്റെ രൂപം ഇതുപോലെയല്ല. നിങ്ങൾ അന്ന് ചിലപ്പോൾ പലരും എന്നെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനുശേഷം കുറച്ച് സിനിമകളൊക്കെ പാടി. പിന്നീടാണ് ഇപ്പോൾ മ്യൂസിക് ഡയറക്ഷനാണ് എൻ്റെ പാഷൻ എന്ന് തിരിച്ചറിഞ്ഞു. ചെറിയ ചെറിയ ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ ചെയ്തതിന് മുമ്പ് ചെയ്തൊരു സിനിമ എന്ന് പറയുന്നത് സുരാജ് ഞാറുമൂട് ചേട്ടൻ്റെ റോഗൻ എന്നുള്ള ഫിലിമിൽ ഒരു ടൈറ്റിൽ ട്രാക്കാണ് ഞാൻ ഇതിനു മുമ്പ് മ്യൂസിക് ഡയറക്ട് ചെയ്തത്. അപ്പോൾ തിയേറ്ററിലേക്ക് എത്തുന്ന എൻ്റെ ആദ്യത്തെ മ്യൂസിക് ഡയറക്ഷൻ സിനിമയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു ഷോർട്ട് ഫിലിമിൽ രാകേഷ് ചേട്ടൻ്റെ ഒരു ഷോർട്ട് ഫിലിമിൽ മ്യൂസിക് ഡയറക്ഷനും BGM ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് രാകേഷ് ചേട്ടനാണ് എന്നെ ഈ സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ രാകേഷ് ചേട്ടനെ ഈ അവസരത്തിൽ വലിയൊരു നന്ദി പറയുകയാണ്. പിന്നെ എന്താ പറയുക, ആദ്യത്തെ സിനിമ എന്നുള്ള രീതിയിൽ, ഒരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് വന്ന് ഗായത്രിയോട് വരെ പല കളവും പറഞ്ഞിട്ടാണ് ദീപക് AR റഹ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഗായത്രിക്ക് വരെ കൺവിൻസ് ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്തായാലും ഒരു പാട്ടും ബാക്ക്ഗ്രൗണ്ട് സ്കോറും എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തൊരു സിനിമയായിരുന്നു നമ്മുടെ തയ്യൽ മിഷൻ. അപ്പോൾ അത് സിനിമയുടെ സിറ്റുവേഷൻസ് ഒക്കെ നോക്കി ഞാനും ഡയറക്ടർ വിനയേട്ടനും കൂടെ ഒരു 4 പാട്ടുകളിലേക്ക് എത്തുകയായിരുന്നു. അതിലൊന്നാണ് നമ്മൾ നേരത്തെ കണ്ട പ്രൊമോ സോങ്. അത് ഗായത്രി തന്നെ വളരെ മനോഹരമായിട്ട് നമുക്ക് പാടി തന്നിട്ടുണ്ട്. അത് ഇത് കൂടാതെ 3 പാട്ടുകളുടെ ഈ സിനിമയിലുണ്ട്. പനോരമ മ്യൂസിക്കിലൂടെ നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെയായിട്ട് ആ പാട്ടുകൾ നിങ്ങളിലേക്ക് യൂട്യൂബിലും എല്ലാ ഓഡിയോ പ്ലാറ്റ്ഫോംസിലും അവൈലബിൾ ആയിരിക്കും. എല്ലാവരും പാട്ട് കേൾക്കുക. ഇതിന്റെ ഓഡിയോ ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സിനിമയുടെ സൗണ്ട് മിക്സ് ചെയ്തിരിക്കുന്നത് ലയ സ്റ്റുഡിയോയിൽ ജിജുവേട്ടനാണ്. ജിജു ടി ബ്രൂസ് 400 സിനിമകൾക്ക് മേലെ സൗണ്ട് മിക്സ് ചെയ്ത് വളരെ ഫേമസ് ആയിട്ടുള്ള സൗണ്ട് മിക്സ് ആണ്. അങ്ങനെ അതുപോലെ തന്നെ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ലുമിനാർ സ്റ്റുഡിയോയിൽ ജോബിനേട്ടനാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ ഓഡിയോ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ മാക്സിമം നല്ല ടെക്നീഷ്യൻസിനെ കൊടുക്കാൻ സിനിമയുടെ അണിയറ പ്രവർത്തകർ എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ക്വാളിറ്റി ഇതിന്റെ പാട്ടുകൾക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒരിക്കൽ കൂടെ ഈ സിനിമയിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്ത അതിന്റെ രാകേഷ് ചേട്ടൻ, ഡയറക്ടർ വിനയേട്ടൻ, ഗോപി ചേച്ചി, പിന്നെ ഈ സിനിമയിലെ താരങ്ങളായിട്ടുള്ള ഗായത്രി, കിച്ചു ചേട്ടൻ, എല്ലാവർക്കും ഇതില് എന്താ പറയാ ചെറിയ ക്യാരക്ടർ ചെയ്ത കൊച്ചു കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ ചെറിയ ഗുരുവായിട്ടുള്ള വേഷങ്ങൾ ചെയ്ത എല്ലാവർക്കും മറ്റു ടെക്നീഷ്യൻസിനും എല്ലാം ഈ ഒരു വേദിയിൽ നിറഞ്ഞ് നന്ദി പറയുന്നു. പാട്ടുകൾ ഞാൻ പറഞ്ഞ പോലെ പനോരമ മ്യൂസിക്കിലൂടെ നിങ്ങളിലേക്ക് എത്തും. ബാക്കി പാട്ടുകൾ നമ്മളിവിടെ പ്ലേ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ട്രെയിലറും ഇവിടെ കാണിക്കുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവണം. ഓഗസ്റ്റ് 1 തീയതി ഈ കൊച്ചു സിനിമ നിങ്ങളിലേക്ക് എത്തുകയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് എല്ലാവിധ ബ്ലെസ്സിങ്സ് ഉണ്ടാവണമെന്ന് പറയുന്നു. താങ്ക് യു. നമസ്കാരം. ഇവരെന്നോട് പറഞ്ഞു 5 മണിക്ക് നമ്മുടെ ഒരു ട്രെയിലർ ലോഞ്ച്, ഓഡിയോ ലോഞ്ച് ഉണ്ട്, അതൊക്കെ വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ രതീഷും വിനയനും ഇങ്ങനെ വിളിച്ചു ഒരു 6 മണിക്ക് എത്തി. എനിക്ക് 6 മണിക്ക് 6:30 ഒരു പ്രോഗ്രാം ഉണ്ട്, കുഴപ്പമില്ല, എനിക്ക് ഒരു 6 മണിക്ക് എത്തി നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു. പക്ഷെ അത് തുടങ്ങിയപ്പോൾ 7:30 ആയിരുന്നു. കുഴപ്പമില്ല, ആ പ്രോഗ്രാം വേണ്ടെന്ന് വെച്ചാൽ ഏതായാലും നമ്മുടെ കൂടെ എപ്പോഴും കൂടെ നിൽക്കുന്ന ആളാണ് രതീഷൊക്കെ. രതീഷിൻ്റെ പരിപാടിക്ക് നമ്മൾ വന്നില്ലെങ്കിൽ പിന്നെ ഒരു പരിപാടിക്ക് പോകുന്നതിൽ അർത്ഥമില്ല. സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സിനിമ ലോഞ്ചിൽ ട്രെയിലർ ഓഡിയോ ലോഞ്ചിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ. കിച്ചു ആണെങ്കിലും ഗായത്രിയൊക്കെ ആണെങ്കിലും നമ്മുടെ ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കളാണ്. ഇവരുടെ എല്ലാം
ഞങ്ങളെല്ലാം ഒന്നിച്ച് സിനിമകൾ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. വിനയന്റെ രണ്ടാമത്തെ സിനിമയും ആദ്യത്തെ സിനിമ ഞാൻ കണ്ടതാണ്. ഞാൻ ഇപ്പം പറഞ്ഞപ്പോഴാണ് വിനയനാണ് ഡയറക്റ്റ് ചെയ്തതെന്ന് ഞാൻ ശ്രദ്ധിച്ചത്. അത് നല്ല സിനിമ തന്നെയായിരുന്നു. അപ്പോൾ ഈ സിനിമയും ഒരു മനോഹരമായ സിനിമയും മാറട്ടെ, ഇതൊരു വൻ വിജയമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പൊ ആദ്യമായിട്ട് ഏതായാലും ടൈം മെഷീൻ എന്ന സിനിമ നമ്മളൊരു കുറഞ്ഞ ദിവസം കൊണ്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. വിനയന്റെ ഫ്ലാറ്റിൽ വെച്ച് ഒരു ദിവസം ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് രാകേഷും കൂടി ഉണ്ടായിരുന്നു. ആ സമയത്ത് സബ്ജക്റ്റുകൾ കുറെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കയ്യിൽ. അപ്പൊ അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ രാകേഷ് പറഞ്ഞു എൻ്റെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, അതൊന്ന് പറയാമെന്ന് പറയുകയും അത് സംസാരിച്ച് വിനയനൊരു 5 സീൻ എന്താ വായിച്ചോളൂ. 5 സീൻ വായിച്ചു കഴിയുമ്പോൾ വിനയൻ പറഞ്ഞു, രതീഷ് നീ ഒന്ന് ബാക്കി വായിച്ചു നോക്കണം, എനിക്ക് പേടിയുള്ളൂ, ഞാൻ പോയി കിടക്കാൻ പോകാൻ. അങ്ങനെ അത് ബാക്കി 27ഓളം സീനുകൾ ഞാൻ വായിക്കുകയും വിനയൻ എൻ്റെ അടുത്ത് പിറ്റേ ദിവസം പറഞ്ഞു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ചേട്ടാ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞു. അപ്പൊ പ്രൊഡ്യൂസർ മെയിൻ ആളായിട്ടുള്ള നമ്മുടെ ഗോപിയായിട്ട് സംസാരിക്കുകയും ഗോപിയെ പറഞ്ഞു കുഴപ്പമില്ല ചേട്ടന് വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കത് നോക്കാം എന്ന് പറയും. ഇതിലുപരി നമുക്കൊക്കെ ഒരു ദൈവതുല്യനായ ഒരു മനുഷ്യന്റെ അടുത്ത് പോയി ഞങ്ങൾ സംസാരിക്കുകയും ചെയ്തു. ഞങ്ങളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയും എന്തെങ്കിലും ഒരു ടെൻഷൻ വന്നാൽ പോലും പറയാൻ പറ്റുന്ന ഒരാൾ നമുക്കുണ്ട്. അത് ഗോപിക്കാണെങ്കിലും വിനയനാണെങ്കിലും എനിക്കാണെങ്കിലും രാകേഷിനൊക്കെയാണെങ്കിലും പോലും സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ഉണ്ട് ഞങ്ങൾക്ക്. അവിടെ സംസാരിച്ചപ്പോൾ ഞങ്ങളോട് ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, എന്ത് രീതിയിലാണോ സപ്പോർട്ട് വേണ്ടതെന്ന് വെച്ചാൽ പറയും. ഞങ്ങളുടെ പേരോ കാര്യങ്ങളോ ഒന്നും ഞങ്ങളോട് പറയുന്നില്ല. കാരണം വെച്ചാൽ മാനസികമായിട്ടൊരു സപ്പോർട്ടാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. ആ ഒരു സപ്പോർട്ട് തരുന്ന ഒരാൾ ഞങ്ങൾക്കുണ്ട്. എന്ത് ടെൻഷൻ വന്നാലും ഞങ്ങൾക്ക് ചെന്നിരുന്ന് പറയാൻ പറ്റുന്ന, ഒരു കാപ്പി കുടിച്ചിരുന്ന് പറയാൻ പറ്റുന്ന ഒരു വ്യക്തി ഞങ്ങളുടെ കൂടെ ഉണ്ട്. ആ മനുഷ്യനോടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആദ്യം നന്ദി പറയുന്നത്. കാരണം വെച്ചാൽ നമുക്ക് എന്ത് വന്നാലും ഒരു എന്താ പറയുക, ഒരു സങ്കടം വന്നാലും സന്തോഷം വന്നാലും വിളിച്ച് കഴിഞ്ഞാൽ എത്ര ബിസിയാണെന്ന് തിരിച്ച് വിളിക്കുകയും നമുക്കത് എങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് ഗോപിക്കും അറിയാം, വിനയനും അറിയാം. അത് ഞാൻ ഇത്ര എടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനത്തെ ഒരു ഏത് രാത്രി വിളിച്ചാലും ഫോൺ എടുക്കുന്ന ഒരു വ്യക്തി. അത് പറയാൻ ചെറിയൊരു ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് പറയാത്തത്. പിന്നെ ഇതില് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്ത കുറച്ച് പേരോട് വന്നിട്ടുണ്ട്. കുറച്ച് പേരെന്ന് വെച്ചാൽ വേറെ ആരല്ല, എൻ്റെ വീട്ടുകാർ തന്നെയാണ്. കാരണം ഇതില് ഞാൻ കഴിഞ്ഞ മാസം ഞങ്ങളുടെ ഒരു സിനിമ റിലീസായിരുന്നു, ഹോളോഹോസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അതിന്റെ ക്യാമറമാൻ, ഡയറക്ടർ, ക്രിയേറ്റീവ് ഡയറക്ടർ എല്ലാവരും ഇവിടെ ഉണ്ട്. ബിപിൻ, വിഷ്ണു, ടിനോ എല്ലാവരും ഉണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്ത് 2.5 കിലോമീറ്റർ ചുറ്റുപാടിൽ ഷൂട്ട് നടന്നു. പക്ഷെ ഞാൻ വീട്ടിൽ പോലും പറഞ്ഞിട്ടുണ്ടായില്ല, കാരണം സിനിമയാണ്. അപ്പൊ അതുകൊണ്ടുള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അത് വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്നുള്ള സംശയം ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാം കഴിഞ്ഞ് ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തതിനു ശേഷം പറഞ്ഞു എൻ്റെ ഒരു സിനിമയുടെ ഇത് വന്നിട്ടുണ്ട്, അപ്പൊ ഒന്ന് സ്റ്റാറ്റസ് ഒക്കെ ഇടുമെന്ന് വെച്ചപ്പോൾ എന്താ സിനിമ സംഭവം എങ്ങനെയാണ് ഇവിടെയാണെന്നൊക്കെ പറയുകയും ചെയ്തു. അപ്പൊ അമ്മായിയുടെ മകനുണ്ട് രാജേട്ടൻ്റെ ഒക്കെ അടുത്ത് കുറിച്ച് പറഞ്ഞപ്പോൾ സിനിമയോ നീ സിനിമയൊക്കെ ചെയ്തോന്ന് ചോദിച്ചു. ഇതെന്താ സംഭവം എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു. ഇപ്പൊ ഈ സിനിമയുടെ കാര്യം, തൈൽമിഷിന്റെ കാര്യമാണെങ്കിലും കുറെ കാര്യങ്ങളൊക്കെ അറിയാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിനയൻ എപ്പോഴും തിരുവനന്തപുരത്താണ് കാര്യങ്ങൾ, ബിസിനസ് എല്ലാം. വിനയൻ നമ്മുടെ എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. അതിപ്പോ കിച്ചു വന്നു കഴിഞ്ഞാൽ താമസിക്കാറുണ്ട്. എറണാകുളത്ത് വെച്ചാൽ ആലുവത്ത് പട്ടിയെടുത്ത് താമസിക്കാറുണ്ട്. അപ്പൊ എല്ലാവരും കൂടി ഒരു ശരിക്കും പറഞ്ഞ കിച്ചു പറഞ്ഞ മാതിരി ഇതൊരു ഫാമിലി ആയിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മൾ പോയത്. ഇതില് ഗായത്രി ആണെങ്കിൽ ഞങ്ങൾക്ക്, അതായത് ഫസ്റ്റ് ദിവസം തന്നെ ലൊക്കേഷൻ മുതൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തു. ഏത് രീതിയിൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഗായത്രി ഒരു നെഗറ്റീവ് നമ്മളോട് പറയാറില്ല. ഇപ്പൊ ഈ പറയുന്ന പ്രൊമോഷന്റെ ഭാഗമായിട്ടാണെന്നാലും ഗായത്രിയുടെ അടുത്ത് വിളിക്കുമ്പോൾ ചേട്ടാ അത് കുഴപ്പമില്ല പറഞ്ഞൊരു ശൈലിയുണ്ട്, അത് നല്ല ഭംഗിയായിട്ടാണ് പറയുന്നത്. അത് കുഴപ്പമില്ല, ഞാൻ വന്നേക്കാം. ഗായത്രിക്ക് ടെൻഷനാണ് നമ്മൾ എന്നാ ഇങ്ങോട്ട് പറയുമ്പോൾ ഇനി ഞാൻ പറയുന്ന സമയത്ത് എത്തിപ്പെടാതെ ഇരിക്കുമോ എന്ന് ഗായത്രിക്ക് ഒരു ടെൻഷൻ. ആ രീതിയാണ് ഗായത്രിയുടെ സപ്പോർട്ടിങ്. പിന്നെ നമ്മുടെ ഇതിൽ അഭിനയിച്ച സ്മൃതിജയന്റെ ചില സാഹചര്യങ്ങൾ കാരണം നമ്മൾ അറിഞ്ഞത് രാകേഷ് പറഞ്ഞു അമ്മയ്ക്ക് സുഖമില്ല, അതുകൊണ്ടാണ് എത്തിപ്പെടാൻ പറ്റാത്തതെന്ന് പറഞ്ഞു. പിന്നെ കിച്ചു ടെലസിന്റെ കാര്യമൊന്നും പ്രത്യേകിച്ച് ഞാൻ ഇവിടെ എടുത്തു പറയാനുള്ളത്, ഇപ്പൊ പിടിച്ചിരിക്കുന്നു. പിന്നെ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ സുമേഷ് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു എടാ എന്താണ് ഞാൻ വരും, അതിനൊരു സംശയമില്ല എന്ന് പറഞ്ഞടാ എന്റെ ഇപ്പൊ തൽക്കാലം നാളെ വരുമ്പോഴേ എങ്ങനെ വരിക. ഞാൻ പറഞ്ഞു എടാ ബീച്ചേട്ടൻ പറ്റല്ലോ, ബീച്ചേട്ടൻ കൂടെ കയറി വന്നാണെന്ന് പറഞ്ഞു. പിന്നെ ഹരിച്ചേട്ടൻ, രാകേഷ്, ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറഞ്ഞ ഒരു ആ ലൊക്കേഷനിലാണെങ്കിലും ഞങ്ങളൊരു 20 ദിവസം കൊണ്ട് പ്ലാൻ ചെയ്ത സിനിമ ഞങ്ങൾക്ക് 17 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് അത് ഷൂട്ട് തീർക്കാൻ പറ്റും.
അതിന്റെ കറക്റ്റായിട്ട് കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തത് ഡയറക്ടർ വിനയൻ തന്നെയാണ്. കാര്യം ബാക്കിയെല്ലാം ഞാനവിടെ ഉണ്ടായിരുന്നു, കൊണ്ട് അക്കൗണ്ട്സ് ആയിരുന്നു എന്നെ ഏൽപ്പിച്ചിരുന്നത്. നമ്മുടെ ക്വാളിറ്റി കൊണ്ട് അക്കൗണ്ട്സ് ഒക്കെ നല്ല രസമായിരുന്നു. ലാസ്റ്റ് ബുക്കൊക്കെ എടുത്ത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിക്കേണ്ട അവസ്ഥ വന്ന കഥ, ഒരുപാട് കഥകളുണ്ട് സിനിമനെ വെച്ചിട്ട്. പിന്നെ വേറെന്താ, എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഞങ്ങൾക്ക് ഓണത്തോടു കൂടി അടുത്തൊരു സിനിമയും മനസ്സിൽ പ്ലാനിങ് ഉണ്ട്. അപ്പൊ എല്ലാവരുടെയും ഭാഗത്തുള്ള സപ്പോർട്ടുണ്ട്. കാര്യങ്ങൾ നന്ദി, നമസ്കാരം. ഗോപിക, അച്ഛനമ്മ, എല്ലാവർക്കും ഒരുപാട് നന്ദി. ഞാൻ അനിയന്റെ പടത്തിൽ തന്നെയാണ് 2019 ഒരു നല്ല വേഷം തന്നിരുന്നു, അഭിനയിച്ചു. 2025 വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തിയാണ്. അപ്പോൾ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം, എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം. കിച്ചു ചേട്ടാ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി. ഗായത്രി, ഓക്കെ. അപ്പൊ എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണണം. ചേട്ടനോട്, അതുപോലെ നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ഹരിയാട്ടനോട്, ഹരിയാട്ടനെ ഞാൻ എപ്പോഴും വിളിക്കുന്നതാണ്, വീണ്ടും ചാൻസ് വെച്ചിറങ്ങി വിളിക്കും. അപ്പൊ എല്ലാവർക്കും നന്ദി. എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണാം. താങ്ക്സ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ തയ്യൽ മെഷീൻ എന്ന് പറയുന്ന ഈ സിനിമ വളരെ സന്തോഷത്തോടുകൂടി നമ്മൾ എല്ലാവരും ചേർന്ന് ചെയ്ത സുന്ദരമായ മനോഹരമായിട്ടുള്ള ഒരു സിനിമയാണ്. ഈ സിനിമ നമ്മുടെ 2 കൊച്ചു മിടുക്കികളാണ് ഇതില് സ്കോർ ചെയ്തിരിക്കുന്നതെന്ന് പറയാം. ഒപ്പം നമ്മുടെ ഗായത്രിയും കിച്ചുവും ഒക്കെ ഈ സിനിമയുടെ ഒരു മെയിൻ കണ്ടന്റുകൾ തന്നെയാണ്. അത് സിനിമ നിങ്ങൾക്ക് കാണുമ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഒപ്പം നമ്മുടെ വിനയന്റെ 2ാമത്തെ ചിത്രമാണ് തയ്യൽ മെഷീൻ. അപ്പൊ ഈ സിനിമയുടെ ആദ്യ ഘട്ടം തൊട്ട് തന്നെ നമ്മുടെ ചില ചർച്ചകൾ നടത്തുന്ന സമയത്ത് തന്നെ ഈ സിനിമ ആര് ചെയ്യും എന്നുള്ളൊരു സംശയങ്ങൾ നമുക്കുണ്ടായിരുന്നു, ഓരോ ക്യാരക്ടേഴ്സിന് ഫിക്സ് ചെയ്യുമ്പോഴും. അപ്പൊ ഇതില് പോലീസ് ഓഫീസറായിട്ട് പലരുടെയും പേരുകൾ വരുമ്പോഴും ലാസ്റ്റ് ഫൈനലായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് നമ്മുടെ കിച്ചുവിനെയാണ്. കിച്ചു എന്തുകൊണ്ടും നമുക്ക് വളരെ ആ ക്യാരക്ടറിന് വളരെ അനുയോജ്യനായിട്ടുള്ളൊരു നടനാണ് എന്ന് തോന്നിയത് കൊണ്ടും അദ്ദേഹത്തിന്റെ ഒരു സാമീപ്യവും സഹകരണവും ഈ സിനിമയുടെ ആദ്യ അവസാനം ഉണ്ടായത് കൊണ്ടും ഒക്കെയാണ് നമുക്ക് മനോഹരമായിട്ട് ഈ സിനിമ പൂർത്തീകരിക്കാൻ സാധിച്ചത്. ഒപ്പം ഞാൻ ഫസ്റ്റ് ഗായത്രിയെ വിളിക്കുന്ന സമയത്ത് തന്നെ ഗായത്രി വളരെ സന്തോഷത്തോടു കൂടി, അതെനിക്ക് തോന്നുന്നത് പേയ്മെന്റിന്റെ കാര്യം പോലും പറയാതെ ആണ് ആദ്യം ഗായത്രി ഈ സിനിമ കമ്മിറ്റ് ചെയ്യുന്നത്. അതിനുശേഷമാണ് പിന്നീട് നമ്മൾ പേയ്മെന്റിന്റെ കാര്യമൊക്കെ പറയുന്നത്. അപ്പൊ അത്ര സന്തോഷത്തോടു കൂടി നമ്മുടെ ആദ്യാവസാനം ഈ സിനിമയുടെ ഭാഗമായി നിന്ന ഒരു ആർട്ടിസ്റ്റാണ് ഗായത്രി. അതുകൊണ്ട് ഗായത്രിയോട് വളരെയധികം നമുക്ക് ഒരുപാട് നന്ദിയും കടപ്പാടും ഒക്കെ ഉള്ള ഒരു നടിയാണ് നമ്മുടെ ഗായത്രി. കാര്യം ഈ സിനിമയുടെ ഗാനങ്ങൾ ഇത് പാടണമെന്ന് ദീപക് ആയിട്ട് സംസാരിച്ച സമയത്ത് പിന്നെ അപ്പൊ ഗായത്രിയെ കൊണ്ട് ഇത് പാടിക്കാം എന്ന് തീരുമാനിക്കുന്നതും, അപ്പൊ ഗായത്രിയുടെ ഈ ആവശ്യം പറയുമ്പോൾ വളരെ ഒരു എന്താ പറയാ ഒരു സംശയവും ഇല്ലാതെ വളരെ സന്തോഷത്തോടു കൂടി അതേറ്റ് ആ ഗാനം പാടുകയും ഒപ്പം ഈ വേദിയിൽ അതിന്റെ പെർഫോമൻസ് നടത്തുകയും ചെയ്ത ഗായത്രിക്ക് ഒരു വലിയ കൈയടി നമുക്ക് കൊടുക്കാം. അപ്പോ അതുപോലെ തന്നെ നമ്മുടെ ജുവലും പളങ്കും 2 നമ്മുടെ കൊച്ചു മിടുക്കികളാണ് അവർക്ക് നമുക്ക് വലിയൊരു കൈയടി കൊടുക്കാം. കാര്യം സിനിമയുടെ ഒരു മെയിൻ ഭാഗത്ത് കൂടി സഞ്ചരിക്കുന്ന 2 ക്യാരക്ടേഴ്സ് ആണ് അവരുടേത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അതിനെ കുറിച്ച് മനസ്സിലാവും. പിന്നെ നമ്മുടെ DOP പുള്ളി ഇവിടെ എത്തിയിട്ടില്ല. അതുപോലെ നമ്മുടെ റൈറ്റർ രാജേഷ് ഇതിന്റെ ഒരു ആദ്യ അവസാനം വരെ തിരുവനന്തപുരത്ത് തന്നെ സ്ഥിരമായിട്ട് താമസിച്ച് ഇതിന്റെ എഴുത്തും കാര്യങ്ങളുമായിട്ട് അവിടെ തന്നെ കൂടിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രേം ഇതില് വിനയന്റെ ജ്യേഷ്ഠ സഹോദരനാണ്. പ്രേമും ഇതില് ഒരു മെയിൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോ പ്രേമും അതുപോലെ തന്നെ നമ്മുടെ ആദ്യം മുതൽ അവസാനം വരെയും ജ്യേഷ്ഠനാണെങ്കിൽ കൂടി ഒരു നടനാണ് എങ്കിലും അദ്ദേഹവും ഇതിന്റെ ആദ്യ അവസാനം ഈ സിനിമയോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒപ്പം നമുക്ക് ഇന്നിവിടെ കൂടിയ നമ്മുടെ മീഡിയ പ്രവർത്തകര്, അവരാണ് സിനിമയുടെ ഭാവി നിശ്ചയിക്കുന്ന ആൾക്കാരാണ്. കാര്യം ഇവിടുത്തെ ഇൻസ്റ്റഗ്രാം ആൾക്കാരും അതുപോലെ യൂട്യൂബേഴ്സും ഒക്കെ
ഒരു സിനിമയുടെ ഭാവി നിശ്ചയിക്കുന്നതിൽ വളരെ നിർണായകമായിട്ടുള്ള ഘടകങ്ങൾ അവരുടേതായിട്ടുണ്ട്. ഒന്ന് നമ്മുടെ വർക്കി, അതുപോലെ തന്നെ കൊച്ചിക്കാരൻ, അതുപോലെ പെരേര തുടങ്ങിയ വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നത് ഇന്ന് നമ്മുടെ നടന്മാരെക്കാളും എനിക്ക് തോന്നുന്നത് അവര് വളരെ പോപ്പുലറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. കാര്യം സിനിമ അത്രത്തോളം വളർന്ന് വേറൊരു ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരു ഡിജിറ്റൽ സെറ്റപ്പിലേക്ക് പോകുന്നത് കൊണ്ടും സോഷ്യൽ മീഡിയ ഇത്രയും ആളുകളിലേക്ക് ഇൻഫ്ലുവൻസ് ചെലുത്തുന്നത് കൊണ്ടും അവര് ഇന്ന് വളരെ പോപ്പുലറാണ്. അതുപോലെ നമ്മുടെ എല്ലാ ചാനലിൽ നിന്നും എല്ലാ മെമ്പേഴ്സിനും ഒപ്പം ഇവരെല്ലാവരും ചേർന്നിട്ടാണ് ഒരു സിനിമയുടെ വിജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള, എനിക്ക് പേരെടുത്ത് പറയാൻ എല്ലാവരുടെയും അറിയില്ല, അതുകൊണ്ട് പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമ്മുടെ സിനിമയ്ക്ക് ഉണ്ടാവണം. അപ്പൊ ഈ സിനിമ ഒരു വൻ വിജയമാക്കി തീർക്കുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള ഒരു അർപ്പണ മനോഭാവത്തോടു കൂടിയുള്ള നമ്മുടെ സിനിമയുടെ പങ്കാളിത്തവും അതുപോലെ അതിന്റെ പ്രചരണവും നിങ്ങൾ ഏറ്റെടുത്ത് നമ്മുടെ സിനിമയെ ഒരു വൻ വിജയമാക്കി തീർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഓഗസ്റ്റ് 1-ാം തീയതിയാണ് തയ്യൽ മിഷൻ എന്ന സിനിമ റിലീസ് ആവുന്നത്. എല്ലാവരും പോയി കാണണം. ഇതിന്റെ റൈറ്റർ രാകേഷ് അങ്കിൾ ആണ്. ഇതിലെ പ്രൊഡ്യൂസർ ഗോപിക ആന്റി. ഇതിലെ ഡയറക്ടർ CS വിനയൻ അങ്കിൾ. കിച്ചു ജലസിന്റെയും ശ്രുതി ജയന്റെയും മകളായിട്ടാണ് ഞാൻ ഉള്ളത്. ഇതിൽ ഗായത്രി ആന്റിയും പ്രേമങ്ങളും ജുവലും ഉണ്ട്. അടിപൊളിയാണല്ലോ. ഓഗസ്റ്റ് 1-ാം തീയതി തൈമിഷ എന്ന സിനിമ റിലീസ് ആവുകയാണ്. ഞാൻ അതിലൊരു കുട്ടി പ്രേതമാണ്. ആ സിനിമ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും വേണം. എല്ലാവരും ആ സിനിമ റിലീസ് ആകുമ്പോൾ തിയേറ്ററിൽ പോയി കാണണേ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ചേട്ടാ, സുമേഷ് ചേട്ടാ, ഒരുപാട് സ്റ്റേജ് ഷോസ് നിർമ്മിച്ചു കൂടിയിട്ടുണ്ട്. ഗായത്രി നമസ്കാരം. നമ്മുടെ ഡയറക്ടർ വിനയൻ, അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ദീപക്, ആക്ച്വലി ഇവൻ രാകേഷ് തിരക്കഥ എഴുതുന്ന പടത്തിൽ മ്യൂസിക് ഡയറക്ഷൻ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ മ്യൂസിക് ഡയറക്ടർ ഇത് പുറത്തേക്ക് വന്നു പിന്നെ പ്ലേ ബാക്ക് സീരിയൽ പിന്നെ അവസരം കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞ രാശേടാ, ഞാൻ സേഫ് ഗെയിം കളിക്കോളൂ, ഞാൻ വേണമെങ്കിൽ വല്ല കുമാരനോ മനു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വേണമെങ്കിൽ ട്യൂൺ ചെയ്ത് തരാം. അപ്പൊ രാശേർ വേണ്ട, ഞാൻ വേറെ ആക്കിച്ചോളാം പറഞ്ഞു. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം ഈ ഒരു വേദിയിൽ വരാൻ സാധിച്ചാൽ. ഇവന്റെ എല്ലാ വിജയത്തിലും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് കുടുംബത്തോടൊപ്പം ഒരുപക്ഷെ ഞാൻ തന്നെ ആയിരിക്കും. കാരണം ഞങ്ങൾ +2 മുതൽ ഒരുമിച്ച് പഠിച്ച് വന്നവരാണ്. അപ്പോൾ ഇവന്റെ വിജയം വളരെ സന്തോഷം നൽകുന്ന ഒന്നാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ രാകേഷിനും പിന്നെ എൻ്റെ തയ്യൽ മിഷൻ എൻ്റെ ക്രൂവിനും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് ഈ പറഞ്ഞ പോലെ ഈ ഒരു സിനിമാമോഹിയായിട്ട് കലാജീവിതത്തിലെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ കലാകാരനാണ് ഞാൻ. അപ്പോൾ ഓരോ സിനിമയുടെ ഇത്തരത്തിലുള്ള സന്തോഷങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് തന്നെ വലിയ ദൈവാധീനമാണ്. ഇപ്പോൾ ഈ തയ്യൽ മിഷൻ എന്ന് പറയുന്ന ഈ സിനിമയിൽ എന്നെയും തുന്നിച്ചേർക്കാൻ വിളിച്ചതാണ്. പക്ഷേ ആ സമയത്ത് എനിക്ക് എന്തോ പുറത്ത് പ്രോഗ്രാം അങ്ങനെ എന്തോ ആയിരുന്നു, ഡേറ്റ് ഉണ്ടായിരുന്നില്ല, അങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. ശരിക്കും പറഞ്ഞാൽ എല്ലാ സിനിമകളും നമ്മുടെ സിനിമകൾ തന്നെയാണ്. നമ്മളാണ് സിനിമയെ എല്ലാവരും കണ്ട് വിജയിപ്പിക്കുന്നതും. നമ്മുടെ സ്വപ്നങ്ങളാണ് സിനിമ. ഈ ഒരു എല്ലാവരും ടീം എനിക്ക് ഭയങ്കര അറിയാവുന്ന എല്ലാവരുമാണ്. കിച്ചു ആണെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അതുപോലെ ഡയറക്ടർ വിനയൻ ഭായ്, അതുപോലെ നമ്മുടെ ഫാമിലി ഫ്രണ്ട് രതീഷ്, പിന്നെ റൈറ്റർ, പിന്നെ ഗായത്രിയൊക്കെ ആയിട്ട് ഞാൻ സ്റ്റാർ മാജിക്കിൽ നമ്മളൊരു പ്രോഗ്രാം ചെയ്ത് കൂടുതലായിട്ട് അന്നേരമാണ് കൂടുതൽ കാണുന്നത്. അപ്പം ഇത്രയും ഹാപ്പി ആയിട്ടുള്ളൊരു കുടുംബം നടത്തുന്ന ഒരു പരിപാടിയാണ് തയ്യൽ മിഷൻ. ഇത് വൻ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാനും ഒരു 2-3 സിനിമകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സിനിമയെ സ്നേഹിക്കുക, സിനിമയെ വിജയിപ്പിക്കുക, സിനിമയുടെ കൂടെ നിൽക്കുക. താങ്ക് യു സോ മച്ച്.
ബാധിക്കാന് സിനിമയ്ക്ക് പോലും ഒഴിവാക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ സിനിമ എങ്ങനെയാണ് എന്നുള്ളത് അറിയാവുന്ന അപ്പൊ ബാധിക്കാനും പറയാൻ വിട്ടുപോയി. എന്താണെങ്കിലും ബാധിക്കയുടെ കൂടെ ഇരിക്കാനും ബാധിക്കയുടെ കൂടെ വന്ന് പങ്കെടുക്കാനും ഒരുമിച്ചിരുന്ന് ഒരു പരിപാടിക്ക് വന്നിരിക്കാനൊക്കെ സഹായിച്ചതിൽ വലിയ സന്തോഷം. താങ്ക് യു സോ മച്ച്. എൻ്റെ പേര് വിഷ്ണു കുച്ചിക്കാരൻ. എനിക്ക് ആദ്യം തന്നെ നന്ദി പറയാനുള്ളത് നമ്മുടെ രാകേഷ് കൃഷ്ണ ഈ സിനിമയിൽ എനിക്ക് നല്ലൊരു വേഷം പുള്ളി തന്നത്. കാരണം വേറെ നല്ല ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് 10-40 പടങ്ങൾ അഭിനയിച്ചു. അതിലൊന്നും നമുക്ക് ഡയലോഗില്ല, എല്ലാവരും കളിയാക്കണം, റിവ്യൂ പറയാനും അതൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു. അപ്പോഴാണ് ഡയലോഗുള്ളൊരു വേഷം ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് രാകേഷിൻ്റെ അടുത്ത് ചെല്ലുന്നത്. പുള്ളിയുടെ പടത്തിൽ എനിക്ക് നല്ലൊരു ഡയലോഗുള്ളൊരു വേഷം തന്നെ കിട്ടി. പിന്നെ സിനിമ ഇറങ്ങിയതിനായിട്ട് മുമ്പ് എന്റെ വയറിലാക്കി തന്ന എന്റെ സന്തോഷ് വർക്കി, അലജോസ് പെരേര, അവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. 10 പേരെ ഞാൻ ഇത്രയും സിനിമകൾ അഭിനയിച്ചിട്ടുള്ള ആർക്ക് തന്നെ അറിയില്ലായിരുന്നു. സോഷ്യൽ മീഡിയയിൽ എന്നെ കൊണ്ടുവന്നത് അവരാണ്. അവരോടും എനിക്കൊരു പ്രത്യേക നന്ദിയുണ്ട്. പിന്നെ വിനയൻ, ഗോപിക, ഇവരോടും പ്രത്യേക നന്ദി ഞാൻ പറയുന്നു. 2 വാർത്തകൾ സന്തോഷമായിട്ട് അലജോസ് പറയണം, നിങ്ങൾക്ക് പറയണം. ഒരു സിനിമ വളരെ കഷ്ടപ്പെട്ടാണ് ഉണ്ടാക്കുന്നത്. അതൊരു സോഫ്റ്റ് ഫിലിം അഭിനയിച്ചിട്ട് മനസ്സിലായത്. അപ്പോൾ ലാലേട്ടൻ പറയേണ്ടായിരുന്നു, 90% സിനിമകളും തെലുങ്കിൽ ഇറങ്ങുന്നത് ഹിറ്റായി മാറുകയാണ്, ജനങ്ങൾ ഹിറ്റാക്കി മാറ്റുകയാണ്. അങ്ങനെ ഒരു കൾച്ചർ ഇവിടെ വരട്ടെ. കാരണം ഒരുപാട് കഷ്ടപ്പെട്ട സിനിമ ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് പറയുകയാണെങ്കിൽ ട്രെയിലർ കണ്ടപ്പോൾ ഗായത്രി കാണുന്ന ഭംഗിയുണ്ട്, പിള്ളേർ പറയണം. പിന്നെ നായികയാണ് വിശ്വസിക്കാതെ സിനിമ ഓപ്പണിൻ്റെ ആളാണ്. എന്തായാലും വലിയൊരു വിജയമായി മാറട്ടെ. ട്രെയിലർ കണ്ടപ്പോൾ നമ്മൾ മൂവിയായിട്ട് തോന്നി. സോഷ്യൽ മീഡിയ താരം അങ്ങനെ നമ്മൾ പറയുന്നില്ല. ഒരു സാധാരണ വർഷം തന്നെയാണ് കഷ്ടപ്പെട്ട ജോലി അഭിനയിച്ചു വന്നു. പിന്നീട് റിവ്യൂസിലൂടെ നമ്മൾ ആൾക്കാരിലേക്ക് എത്തിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പൊ ബാഡ് ബോയ്സിലാണെങ്കിലും നല്ലൊരു വേഷം കിട്ടി. പിന്നെ ഈ ചോറോസി സിനിമകൾ വരാൻ പോകുന്നു. ഈ ടെലിവിഷൻ സിനിമയ്ക്ക് കുറെ പറയാൻ കാരണം CS ആണെങ്കിലും രമേശ് കൃഷ്ണനാണെങ്കിലും അതൊരു പുതിയൊരു ആൾക്കാരാണ് സിനിമയിലേക്ക് വരുന്നത്. നമ്മുടെ സിനിമയായിട്ട് മാറും നമ്മുടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ടെലിവിഷൻ വിഷ്ണു വലിയ ബെസ്റ്റ് സിനിമയുടെ തന്നെ മാറുകയാണ്. ഓഗസ്റ്റ് 1 റിലീസ്. കാരണം ഞാൻ എന്താണെന്ന് അറിയില്ല, കുറച്ച് തിരക്കുന്നുണ്ട്. പറ്റുമ്പോൾ കാണാൻ ശ്രമിക്കുകയാണ്, കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ആശംസകൾ കൊടുക്കുന്നു. അപ്പോൾ എന്തായാലും ഇനിയും നല്ല സിനിമ വരട്ടെ. എല്ലാം ഒരുമിച്ച് പകരുന്നതല്ല, പക്ഷെ ഇതിന് പല വാർത്തകളിലും പല പറഞ്ഞിട്ടുണ്ടാവട്ടെ. അഭിനന്ദനം കണ്ടാണ്. അപ്പൊ നമ്മളൊരു ഫൈനലിലേക്ക് പോട്ടെ. താങ്ക് യു. നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഓൺലൈൻ മീഡിയക്കാരാണ്. അവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. അല്ലേ? ശരിയല്ലേ? അതാണ് ഞാൻ പറയാൻ മറന്നത്. റിവ്യൂ ഒക്കെ എളുപ്പമാണ് കൊടുക്കാൻ. സിനിമ ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട്, സിനിമ കാണാൻ ലാഘവത്തിലല്ല സിനിമ ഉണ്ടാക്കണം, ഒരുപാട് ബുദ്ധിമുട്ടിയായി ഉണ്ടാക്കണം. അപ്പൊ നിങ്ങൾക്ക് ഒപ്പിനോടും ഉള്ളോടും പറയാറുണ്ടെങ്കിൽ പറയാം. എന്തായാലും എല്ലാം ശരിയാവും.